കളർ മീഡിയ എന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ടാക്സിക്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് യഷ്, കിയാര അദ്വാനി, നയൻതാര, രുക്മിണി വസന്ത്, പിന്നെ ദ്വാര സുതാരിയ, പിന്നെ അക്ഷയ് ഒബ്രോയ്, ഹുമ ഖുറേഷി, സുബൈർ നായർ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗീതു ഹൻഡേഴ്സൺ. ഇവർ തന്നെയാണ് റൈറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. റൈറ്റിങ്ങിൽ സീൻ പറയാൻ മറന്നു. ഈ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസും യശും കൂടി ചേർന്നിട്ടാണ്. എന്തിൻ്റെ വിളിയായിരുന്നു അത് ഞാൻ പിന്നെ പറയാം, പ്രിവ്യൂലോട്ട് കിടക്കുമ്പോൾ പറയാം കേട്ടോ. അവിടെ അത് പ്രൊഡ്യൂസ്ഡ് ബൈ വെങ്കട് കെ നാരായണ അഥവാ കെവി എൻ പ്രൊഡക്ഷൻസ് ആൻഡ് യഷ്. യഷിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസിംഗ് എന്ന് തോന്നുന്നത്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് തനിഷ്ക് ബാഗ്ചി, വിശാൽ മിശ്ര, ഫഹീം അബ്ദുള്ള, പിന്നെ രവി ബസ്രൂറാണ് BGM. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാജീവ് രവി. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാം, കിട്ടിയ ആൾക്കാരുടെ പേര് ഞാൻ പറയാം. നേഹ വഞ്ചേരി, ഇത് ഏതാണെന്ന് പോലും എനിക്കറിയണം സത്യം പറയാലോ. നേഹ വഞ്ചേരി, പിന്നെ ആരായിരുന്നു, മറ്റേ ദിവ്യലക്ഷ്മി ഠാക്കൂർ, അങ്ങനെ ആരൊക്കെയോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കിട്ടാത്ത വാക്കാണ് പ്രോസ്റ്ററ്റിക് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സിദ്ധു എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ് കരീം ഷീഖ്. ആർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മോഹൻ ബി കേരെ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് എന്തോ വിശ്വാസം, എന്ത് ഫുൾ നെയിം എനിക്ക് അടുത്തായിട്ട് കിട്ടണില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എന്തൊരു വിശ്വാസമാണ് അത്ര വരെ. അതെ, സ്റ്റണ്ട് ചെയ്തിരിക്കണം അൻപരിവ് ചേച്ചാ പെറി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ വായിച്ചതും കൂടിയാണ്, മറന്നുപോയി. അമൃത് പാൽ സിംഗ് ഇതൊക്കെയാണ് ആക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എഡിറ്റഡ് ബൈ ഉജ്വൽ കുൽക്കർണി, മീൻസ് KGF2 SLR. ഇത് രണ്ട് എഡിറ്റ് ചെയ്തവനാണ്, പാവം ചെറുക്കൻ. പടം എങ്ങനെയുണ്ടോ ചോദിച്ചാ അയ്യോ, ഒറ്റ വാക്കിന് പറയാനാണെങ്കിൽ അതെ, ഉൺ കഫേ കോൺ സുസിയോ ലേച്ചെ എന്നാണ് എനിക്ക് കറക്റ്റ് പറയാനുള്ള. കറക്റ്റ് അത് സ്പാനിഷ് വേർഡാണ്, സ്പാനിഷ് സെൻറ്റൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കറക്റ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ് വെറുത്തു, പക്ഷെ എന്നാലും പറയാം. കോഫി വിത്ത് ഡർട്ടി മിൽക്ക്. അതാണ് പടത്തിൻ്റെ അവസ്ഥ. പടത്തിൽ ഹൈലി പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. കാസ്റ്റ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, എഡിറ്റിങ്, ഈ 5 കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഹൈലി പോസിറ്റീവ്സാണ്. പറയാൻ പറഞ്ഞത് ഇതിൽ ആക്ഷൻ സീക്വൻസസ് ഒഴികെയും കൂടി ചേർത്തിട്ട് 6 കാര്യങ്ങൾ. മീൻസ് കാസ്റ്റ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, എഡിറ്റിങ്, ഡയറക്ഷൻ, ആക്ഷൻ സീക്വൻസസ്, പിന്നെ പാട്ട്, BGM. ഇത് ഇത്രയും ഇതൊക്കെ ഒഴികെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വിട്ട് നോക്കിക്കോ. ഇതൊക്കെ വിട്ട് നോക്കിയാൽ മീൻസ് ഇതൊക്കെ വിട്ടുകളയാ. ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഇല്ലേ, അവരൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഹൈലി പോസിറ്റീവ്സ് എന്ന് പറയാനുള്ളതുള്ളൂ സിനിമയിൽ. സത്യം പറയാലോ, വേറെ ഒന്നുമില്ല. പടം സിനിമാറ്റോഗ്രാഫി രാജീവ് രവി നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി, VFX, പിന്നെ ഇതിൻ്റെ എന്താന്ന് വരുന്നത് ആർട്ട് ഡയറക്ടിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ്, പിന്നെ പ്രോസ്റ്ററ്റിക് മേക്കപ്പ്, അങ്ങനെയുള്ള സാധനം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സെറ്റിനും
ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. അവരൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പോസിറ്റീവ്സ് മാത്രം നോക്കുകയാണെങ്കിൽ യഷിൻ്റെ നയൻതാരയുടെ ആക്ടിങ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് പേഴ്സണലി എനിക്ക് വർക്കായിട്ടുണ്ടായി. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും വിചാരിക്കുന്നു. പറഞ്ഞ കൊളാക്കണില്ല അതാണ്. പിന്നെ എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയ 2 പാട്ടുണ്ട്. തബാഹി എന്ന് പറഞ്ഞിട്ടും പിന്നെ വേറൊരു പാട്ടുണ്ട്, പേര് മറന്നു കേട്ടെ. ഞാൻ തമിഴായിട്ട് കണ്ടത്, വേറെ കാര്യം. ഇവിടെയാണ് പോയി കണ്ടത്. പിന്നെ ഇതൊക്കെയാണ് പോസിറ്റീവ്സ്. 2 ആക്ഷൻ സീക്വൻസസും പോസിറ്റീവ്സ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സർക്കസിൽ വെച്ചിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും, അതും പിന്നെ ഇതിൻ്റെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതും അത്യാവശ്യം നൈസായിരുന്നു. അല്ലാതെ വേറൊന്നും എനിക്ക് പിന്നെ നമ്മുടെ ഇതിൽ യഷിൻ്റെ ഒരു എൻട്രി സീക്വൻസിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഈ 3 ഫൈറ്റ് സീക്വൻസ് അല്ലാതെ ബാക്കി ഒന്നും എനിക്ക് എത്രയും വർക്കായില്ല എന്നാണ് സത്യം. എന്തോന്നടേ ഇത് എന്നുള്ള മാതിരിയാണ്. ബാക്കിയുള്ള ഫുള്ള് നെഗറ്റീവ്സ് ആട്ടോ. പ്രത്യേകിച്ച് കിയാരത്തുമാരുടെ ക്യാരക്ടർ ഞാൻ ട്രെയിലറിലേ പറഞ്ഞു. ട്രെയിലർ കോപ്പിറൈറ്റ് അടിച്ചു പോയി. കോപ്പിറൈറ്റ് അടിച്ച് നമ്മുടെ രവി ബസ് തെണ്ടി ഇതാക്കി കളഞ്ഞു. പയ്യൻ കിട്ടിയത് കൊന്ന് വിളിക്കായിരുന്നു. അങ്ങനെ ബ്ലോക്ക് ആക്കി തന്നു. യൂട്യൂബിനോട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അവസ്ഥ പിന്നെ താരാസത്തെ അറിയാം, ആസ് യൂഷ്വൽ ദുരന്തം തന്ന് ആരചന്ദ്രൻ്റെ റീമേക്കിൽ അതാദ്യമായൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. അതെന്തിനോട്ടോ ഇത്. പിന്നെ മറ്റേ മർജാവ എന്ന സിനിമയിൽ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. പിന്നെ മറ്റേ പാവം മറ്റേ ഇതാണ് അക്ഷയ് ഒബ്രോയ്. എന്ത് പാവം, എന്തിനു വിളിച്ച പാവം അങ്ങേരി എവിടെങ്കിലും ഇരുന്നോളൂല്ലേ. എവിടെങ്കിലും ഇരുന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ കേൾക്കണ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് കൊണക്കിയായിരുന്നു. അയ്യോ അയ്യോ. പിന്നെ എഡിറ്റിങ് എത്താന്നട ഇത്, ആവശ്യമില്ലാത്ത സാധനം കേട്ടത്. ഒരു പോസ്റ്റ് ഞാൻ പറയാൻ പറഞ്ഞിട്ടോ, ഇതിൽ മറ്റേ യഷും നയൻതാരയായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്, ബ്രദർ സിസ്റ്റർ ബോണ്ട്. അത് എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ അതൊന്നും ഇല്ല. അതൊരു പോസിറ്റീവായിരുന്നു, പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ നെഗറ്റീവ് എന്താ, എഡിറ്റിങ്. പാവം ആ ഉജ്വൽ കുൽക്കർണി, അവൻ മറ്റേ KGF 2 സലാറും എഡിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് വന്നാണ്. ആ പാവം ചെറുക്കൻ എടുത്തിട്ട് നല്ല അലക്കലക്കിയിട്ടുണ്ട് ഈ ഗീതോമാദാസും യശും കൂടി. എന്താണ് അവൻ പിന്നെ പയ്യനാണെങ്കിലും എന്ത് ക്രൂരതയാണ് ആ ചെറുക്കൻ്റെ മതിയാണ് തോന്നിയത്. അയ്യോ എന്തിനാടാ. സോറി അനിയ, ശരി നിർത്താൻ പോലും പറ്റണില്ല. പിന്നെ ഡ്യൂറേഷൻ എന്ത് 3 മണിക്കൂർ. യഷിനെ നയൻതാരെ ഓക്കെ, അവരുടെ പെർഫോമൻസ് അത്യാവശ്യം നൈസായിരുന്നു, ക്ലൈമാക്സ് ടെസ്റ്റ് നൈസായിരുന്നു. പക്ഷെ ബാക്കിയുള്ളത് എന്ത് പിന്നെ അവരുടെ ബോണ്ട് അത് അത്ര കാസ്റ്റ് വൈസ് എനിക്ക് പേഴ്സണലി അല്ലാത്തത്. മീൻസ് ഒരു സിനിമാറ്റോഗ്രഫി, സെറ്റ് ഡെക്കറേറ്റിങ്, ഡയറക്ടിങ്, ആർട്ട്, VFX അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ പേഴ്സണലി പുകഴ്ത്തും. പിന്നെ മറ്റേ സർക്കസുള്ള ഫൈറ്റ്, പിന്നെ മറ്റേ ടിക്കറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഇത് ഇൻട്രോയിൽ വരണ ഒരു ഫൈറ്റ് സീക്വൻസ്, പിന്നെ
രായയുടെ ഇൻട്രോ ഫൈറ്റ് സീക്വൻസ് അതൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായി. പിന്നെ 2 പാട്ട്, തബായി എന്ന് പറഞ്ഞ പാട്ട്, മറ്റേ പാട്ടിൻ്റെ പേര് ഞാൻ മറന്നു, തമിഴാണ്, ഞാൻ പേര് മറന്നു, സോറി ഗുയ്സ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ രവി സാറിൻ്റെ ഏറ്റവും ദുരന്ത വർക്ക് അന്ന് ഇന്നും കബ്സ തന്നെയാണ്. പിന്നെ ഇതിന് പിന്നെ വേറൊരു കാര്യം കൂടി, ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞ ടോക്സിക് നല്ല ഇടുണ്ട്. ടഗ് ലൈഫ് 2 എന്നാണ്. അമ്മാതിരിക്കും കോമഡി, ചിരി നിർത്താൻ പോലും. ഞങ്ങളെ കൊണ്ടുപോയവനെ മീൻസ് ഞങ്ങളെ കൊണ്ടുപോയത് ബക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ പൈസയാണ് എടുത്തത്. അപ്പോൾ അവൻ്റെ ചിലവിലായിരുന്നു, അവൻ്റെ ചിലവായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6:30 രാവിലെ 6:30 ഉറക്കം കിട്ടാം അതാ പോയി കണ്ടതാണ്. അത് PVR സോറി, സിനിപ്പോളിസിൽ സെൻട്രൽ സ്ക്വയർ മാളിൽ പോയിട്ട് കണ്ട സിനിമയാണ് ഇത്. സ്റ്റാർട്ടിങ് മീൻസ് അങ്ങനെ മീൻസ് എനിക്ക് പേഴ്സണലി ഞാൻ ഒന്നുകൂടി പറയാം, ഇതിൻ്റെ ഹൈലി പോസിറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ടെസ്റ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് കണ്ടവർക്ക് അറിയായിരിക്കും, എന്നാലും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് അങ്ങനത്തെ ഒരു പിന്നെ നയൻതാര യശ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്ററാണ്. മീൻസ് യഷിൻ്റെ മൂത്ത മീൻസ് ചേച്ചിയായിട്ടാണ് നയൻതാര അഭിനയിക്കുന്നത്. അവർ രണ്ടുപേരുടെ ഒരു ബോണ്ട്, മീൻസ് സിസ്റ്റർ ബ്രദർ ബോണ്ട്, അതെൻ്റെ പേഴ്സണൽ വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ട് പെർഫോമൻസ് മീൻസ് ആക്ടിങ് വൈസ് പിന്നെ സർക്കസ് ഫൈറ്റ്, പിന്നെ ഇവൻ്റെ ഇൻട്രോ മീൻസ് യഷിൻ്റെ രായ എന്ന ക്യാരക്ടറുടെ ഇൻട്രോ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഈ യഷിൻ്റെ ഇൻട്രോ ഫൈറ്റ് സീക്വൻസ്, അതൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. പിന്നെ 2 പാട്ട്, ഇതൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്, ഇതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസിൻ്റെ വർക്കും അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അതേ സിനിമയിൽ സ്ക്രിപ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, സ്ക്രീൻ പ്ലേ എന്ന് പറയാനൊന്നുമില്ല. ഗീത മോഹൻദാസിന് ഡയറക്ഷനെ അറിയില്ല, അത് മൂത്തോൻ്റെ കാണിച്ചതാണ്. പക്ഷെ മൂത്തോന് ബെറ്റർ കേട്ടോ, അത് ഇതിനോട്ട് ബെറ്റർ എന്ന് പറയിപ്പിക്കണ മാതിരിയാണ് സിനിമ എടുത്ത് ചെയ്യുന്നത്. 3.5 മണിക്കൂർ ചിരി നിർത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻറ്റിമേറ്റ് സീൻസ് എന്തിനായിരുന്നത്, അതും കൂടി ചേർത്തിട്ടാണ് സത്യം പറഞ്ഞത് തക് ലൈഫ് 2 എന്നുള്ളത് പറയിപ്പിച്ചത്. പിന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ന്യൂ ആണ് ഫീൽ ചെയ്ത്, പക്ഷെ അത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഫീൽ ചെയ്യിപ്പിച്ച് ക്ലൈമാക്സിൽ മീൻസ് ഇറങ്ങിയ ഒരു ടൈമിൽ. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ, എനിക്ക് ഉറങ്ങണം താണ്ടികൾ. പിന്നെ ഞാൻ ഇതുവരെ മീൻസ് ദിസ് ഈസ് ദ വേസ്റ്റ് മൂവി ഐ വാച്ച്ഡ് ഫോർ എവർ എന്ന് പറയിപ്പിച്ചൊരു പടം. ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ വർഷത്തെ മാത്രമല്ല, ഇത്ര നാളും കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരന്തമായിട്ടുള്ളൊരു സിനിമ ഇതാണ്. സെക്കൻഡ് നിൽക്കുന്നത് രാജസാബാണ്. രാജസാബും ലാൻഡ് ലോഡ് തേർഡ്, ഫോർത്ത് ഹരിഹരവീരെ മല്ലി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡാർസിലും രാജസാബും ലാൻഡ് ലോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവറേജും കിട്ടുമായിരുന്നു സിനിമ. നമ്മൾ പറയിപ്പിച്ച് ഒരു സാധനമായിരുന്നു. ഈ 3 പടം കാണുമ്പോൾ അതാണ് എനിക്ക് ആ സിനിമ ആവറേജ് എന്നാണ് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് നമുക്കത് ഒരു 5 സെൻറ്റ് കൊടുക്കും. 6 സെൻറ്റ് മതി ഒരു ചേട്ടാ. അക്കാലത്ത് മീൻസ് വേസ്റ്റ് മൂവീസ് ഓഫ് ഫോർ അവർ ഇൻ മൈ ഒപ്പീനിയൻ അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായാലും എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ സിനിമ കാണാതിരുന്ന നിങ്ങൾക്ക് നല്ലത്, കണ്ട ആ ഒരു ദിവസം പോയി കിട്ടും, തീർമാനമായി കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ സഹായിക്കുക. അപ്പോൾ ബൈ ബൈ, ഓൾ ഹെയിൽ
ദ വേൾഡ്.